നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പീഡനക്കുറ്റത്തിൽ പ്രശസ്ത മലയാള സിനിമാ താരം സിദ്ദിഖ് ഗൗരവമായി പെട്ടുകഴിഞ്ഞു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയാണ് പെൺകുട്ടിയെ സിദ്ദിഖ് പീഡിപ്പിച്ചത്. പെൺകുട്ടിയെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ പീഡനം നടന്ന മുറിയായ 101D കൃത്യമായി കാട്ടിക്കൊടുത്തു. 2016 ജനുവരിയിൽ സിദ്ദിഖ് മാസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നതിനും പോലീസ് തെളിവ് കണ്ടെത്തി. അഴിമതി കേസിൽ പണ്ടൊരിക്കൽ മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ള 1 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോ സിനിമാ താരങ്ങളെയോ ഒന്നും ശിക്ഷിക്കുവാൻ നമ്മുടെ കോടതികൾക്ക് കഴിഞ്ഞിട്ടില്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും കേസ് കോടതിയിലെത്തുമ്പോൾ പണവും അധികാരവും ഉപയോഗിച്ച് ദുർബലപ്പെട്ടു പോവുകയാണ് പതിവ്. ശക്തമല്ലാത്ത തെളിവുകൾ, ബലമില്ലാത്ത കുറ്റപത്രം, സുതാര്യമല്ലാത്ത സാക്ഷികളുടെ അഭാവം. ഇങ്ങനെ വരുന്ന കേസിൽ കോടതി എന്ത് വിധി നൽകും? സിദ്ദിഖ് ഒരു ഗംഭീര നടനാണ്. പക്ഷേ വ്യക്തിപരമായി നന്മകൾ ഇല്ലാത്ത ഒരാൾ. ധാരാളം പണം, ഉന്നത അധികാരികളുമായുള്ള ബന്ധങ്ങൾ, സിനിമ എന്ന മാസ്മരിക ലോകത്ത് അത്യാഡംബരത്തിൽ മുങ്ങിക്കുളിച്ച് അങ്ങ് ജീവിക്കുകയാണ്. ഇപ്പോൾ ധൈര്യപൂർവ്വം ഒരു പെൺകുട്ടി പുറത്തു പറഞ്ഞ കഥ. ഇതുപോലെ സിനിമാമോഹം നെഞ്ചേറ്റി നടന്ന എത്ര പെൺകുട്ടികളെ സിദ്ദിഖ് പീഡിപ്പിച്ചിട്ടുണ്ടാകും. ഭയന്ന്, നാണക്കേടോർത്ത് അവസരങ്ങൾ നഷ്ടമാകുമെന്ന ചിന്തയാൽ ഒന്നും പുറത്തു പറയാത്തവർ നിരവധി ഉണ്ടാകും. ഹേമ കമ്മീഷൻ വന്നതിന് ശേഷമാണ് ഇത്തരം പീഡനങ്ങൾ അല്പമെങ്കിലുമൊക്കെ പുറത്തു വന്നത്. പെൺകുട്ടികൾ ഇപ്പോഴും സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലുമൊക്കെ ധാരാളമായി പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരു മാന്ത്രിക ലോകമാണ് സിനിമ. 1-2 സിനിമയിൽ ഭേദപ്പെട്ട വേഷം കിട്ടിയാൽ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് മുന്തിയ തരം വാഹനം, ആഡംബര ഫ്ലാറ്റ്, ഉയർന്ന വിദേശമദ്യം തുടങ്ങി സുഖിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ചുറ്റിലും. കൂടെ കിടക്കാൻ ദിനംപ്രതി പെൺകുട്ടികൾ മാറി മാറി വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന സൂപ്പർ താരങ്ങളുള്ള മേഖലയാണിത്. സിദ്ദിഖിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളും വ്യക്തമായ സാക്ഷിമൊഴികളും എല്ലാം പരിഗണിച്ച് ശക്തമായ ശിക്ഷാവിധി ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 വർഷം വരെ സിദ്ദിഖ് ജയിൽ കിടക്കേണ്ടി വരും. പീഡനം അനുഭവിച്ച പെൺകുട്ടിക്ക് സിദ്ദിഖ് മൊബൈലിൽ അയച്ച സന്ദേശം പുതിയ ചിത്രത്തിൽ അവസരം നൽകാം, അതിൻ്റെ ചർച്ചയ്ക്കെന്ന വ്യാജേന ഹോട്ടലിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചത്. മലയാള സിനിമയെ മലീനസമാക്കുന്ന ആഡംബര പ്രേമികളും സുഖലോലുപന്മാരും ഒക്കെ കുറച്ചു നാളത്തേക്കെങ്കിലും ജയിലിൽ കിടക്കണം. സിനിമാ താരങ്ങളായി കഴിഞ്ഞാൽ പ്രേക്ഷകനെ മറന്ന് ഇതൊക്കെ തൻ്റെ അമിതമായ കഴിവുകൊണ്ട് തനിക്ക് അർഹതപ്പെട്ടതാണെന്ന ഭാവത്തിൽ ജീവിക്കുന്ന കുറെ അധികം പേരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കുവാനുള്ള അവസരം കൂടിയാകണം വരാൻ പോകുന്ന ശിക്ഷകളും വിധികളും. സിദ്ദിഖിനെതിരെ വ്യക്തമായ തെളിവുകൾ നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ആ സമയത്ത് സിദ്ദിഖിന്റെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ ഒട്ടും സാധ്യതയില്ലാത്ത വിധത്തിൽ കുരുക്കുകൾ മുറുകിയിരിക്കുകയാണ്.